നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഡ്രൈഡ് ചിക്കൻ മസാലയാണ്. സാധാരണ ചെയ്യുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയാണിത്. ഒരു ചൈനീസ് ടച്ച് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അഭിപ്രായം പറയണം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. മാത്രമല്ല, നിങ്ങൾ ഈ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ചേർക്കുന്നത് ഇഞ്ചിയാണ്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് ചേർക്കുന്നത്. അടുത്തതായി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അടുത്തതായി ചേർക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് നാരങ്ങാനീര് ചേർക്കാം. 1 ടീസ്പൂൺ നാരങ്ങാനീരാണ് ചേർക്കുന്നത്. ഇനി ചേർക്കാൻ പോകുന്നത് 1/4 കിലോ ചിക്കനാണ്. ബോൺലെസ് ചിക്കനാണ് ഞാൻ ചേർക്കുന്നത്. അതും നീളനെ അരിഞ്ഞിട്ടാണ് നമ്മുടെ മിക്സിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. 3/4 ടീസ്പൂൺ തുടങ്ങി 1 ടീസ്പൂൺ വരെ ആണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാനിൽ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. സാധാ ഫ്രൈ മതിയാവും, ഡീപ്പ് ഫ്രൈ വേണ്ട. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഓവൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 400 ഫാരൻഹീറ്റും ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റുമാണ്. ഇനി നമ്മുടെ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി അതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കുക. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുവാണ്. ഇനി ചേർക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ചേർക്കുന്നത് നീളനെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയാണ്. 3 കപ്പ് സവാളയാണ് ചേർക്കുന്നത്. ഒപ്പം തന്നെ ഉപ്പ് ആഡ് ചെയ്യുവാണ്. 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയാണ് ചേർക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് കവർ ചെയ്ത് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. സവോള നല്ല ബ്രൗണായി വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം നീളനെ അരിഞ്ഞു വച്ചേക്കുന്ന തക്കാളി ആഡ് ചെയ്യാം നമുക്ക്. ഞാനിവിടെ 3/4 കപ്പ് നീളനെ അരിഞ്ഞ തക്കാളിയാണ് ചേർക്കുന്നത്. ഇത് തക്കാളി ചേർക്കുവാണ്. തക്കാളി ഇനി നന്നായിട്ട് ഉടഞ്ഞു ചേരുന്നവരെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി പൊടികൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യം ചേർക്കാൻ പോകുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അടുത്തതായി ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അടുത്തതായി ചേർക്കുന്നത് സോയാ സോസാണ്. 3/4 ടീസ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഗ്രീൻ ചില്ലി സോസാണ്. 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്.
ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കവർ ചെയ്ത് ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു 7 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അടുത്തത് ചേർക്കുന്നത് ക്യാപ്സിക്കം ആണ്. 1 കപ്പ് ക്യാപ്സിക്കം ആണ് ചേർക്കുന്നത്. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ഗ്രില്ല് ചെയ്തതോ ഫ്രൈ ചെയ്തോ ആയ ചിക്കനാണിത്. അടുത്തതായി ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ ചിക്കൻ ഡ്രൈ മസാല റെഡിയായി കഴിഞ്ഞു. പതിവ് സ്റ്റൈലിൽ നിന്നും പതിവ് ടേസ്റ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ചൈനീസ് ടച്ച് ഉള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ശ്രുതി സൈനിങ് ഔട്ട്. അടുത്തൊരു റെസിപ്പിയായിട്ട് പിന്നെ കാണാം. താങ്ക് യു.